ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച അഞ്ചാമത്തെ ഘടകത്തിലേക്കാണ് കടക്കുന്നത്. ഇന്റലക്ച്വൽ ഫോഴ്സസ്, ഭൗതിക ശക്തികൾ. അതായത് സോഷ്യോളജി എന്ന വിഷയത്തിന്റെ വളർച്ചയെ സഹായിച്ച ഇന്റലക്ച്വൽ ഐഡിയാസ് അല്ലെ, ഭൗതിക ആശയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപരമായ ആശയങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിഷയം എന്നുള്ള നിലയിൽ സോഷ്യോളജിന്റെ ഉത്ഭവത്തെ സഹായിച്ച ഒരുപാട് ആശയങ്ങളുണ്ട് അല്ലെ. അപ്പൊ സോഷ്യോളജിക്ക് അടിത്തറ പാകിയ ഭൗതിക ശക്തികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തത് റേഷണലിസം, രണ്ടാമത്തത് എംപിരിസിസം, മൂന്നാമത്തേത് ഹ്യൂമാനിറ്റേറിയനിസം, നാലാമത്തേത് ഐഡിയലിസം. അപ്പൊ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച ഇന്റലക്ച്വൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൗതിക ശക്തികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് റേഷണലിസം ആണ്, രണ്ട് എംപിരിസിസം ആണ്, മൂന്ന് ഹ്യൂമാനിറ്റേറിയനിസം ആണ്, നാലാമത്തത് ഐഡിയലിസം ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. റേഷണലിസം, യുക്തിവാദം. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ വളർച്ചയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ ഐഡിയ ആണ് റേഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ യുക്തിയിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന രീതിക്കാണ് നമ്മൾ യുക്തിവാദം എന്ന് പറയാം. അപ്പൊ യുക്തിയെ ബേസ് ചെയ്തിട്ടുള്ള ചിന്താഗതിക്കാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലാണ് അതിനെ റേഷണലിസം എന്ന് വിളിക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ ചിന്തകളും പ്രവൃത്തിയൊക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ യുക്തിവാദം, റേഷണലിസം എന്ന് വിളിക്കുക. അപ്പൊ റേഷണലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ മനുഷ്യന് യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന് ഒരു യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന, യുക്തിക്കനുസരിച്ച് ചിന്തിക്കുന്ന ഒരു ജീവിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന്റെ ചിന്തിക്കാനുള്ള കഴിവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താഗതിക്കാണ് നമ്മൾ റേഷണലിസം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് സാമൂഹ്യ ജീവിതത്തെ യുക്തിസഹമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്നുള്ളത് ആണ് ഈ റേഷണലിസ്റ്റുകൾ പറയുന്നത്. മനസ്സിലായോ? മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതത്തെ അല്ലെ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ യുക്തിപരമായിട്ട് മനസ്സിലാക്കാനും യുക്തിപരമായിട്ട് അതിനെ വിശദീകരിക്കാനും ആർക്ക് പറ്റും? മനുഷ്യന് കഴിയുമെന്നാണ് ആര് പറയുന്നത്? റേഷണലിസ്റ്റുകളുടെ കാഴ്ചപ്പാട്. അപ്പൊ ഇപ്രകാരം സാമൂഹ്യ ജീവിതത്തെ യുക്തിസഹമായിട്ട് വിശദീകരിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ഉത്ഭവം. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വളർന്നു വരാന് ഏറെ സഹായിച്ച ഒരു സംഗതിയാണ് ഏത്? റേഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ യുക്തിയെ അടിസ്ഥാനമാക്കി ഇല്ലേ, അതായത് സമൂഹം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിലൊക്കെ ദൈവമാണ് അല്ലേ, അല്ലെങ്കിൽ മതവിശ്വാസത്തെ ബേസ് ചെയ്തിട്ടൊക്കെ കൃത്യമായിട്ട് സമൂഹത്തെ പറ്റിയൊക്കെയുള്ള വിശദീകരണങ്ങൾ വന്നിരുന്ന സ്ഥാനത്ത് മനുഷ്യന്റെ ചിന്തിക്കാനുള്ള കഴിവിനും മനുഷ്യന്റെ സൃഷ്ടിയായിട്ട് സമൂഹത്തെ കാണാനൊക്കെ തുടങ്ങുന്നത് ഈ റേഷണലിസം എന്ന് പറയുന്ന ഒരു പുതിയ ചിന്താഗതിയുടെ വരവോടുകൂടിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മനുഷ്യന്റെ ചിന്തിക്കാനുള്ള കഴിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഐഡിയ ആണ് ഏത്? റേഷണലിസം എന്ന് വിളിക്കുന്നത്. റേഷണലിസം സോഷ്യോളജി പോലുള്ള വിഷയങ്ങളുടെ വളർച്ചയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ആശയമാണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. എംപിരിസിസം. അപ്പോൾ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച രണ്ടാമത്തെ ഇന്റലക്ച്വൽ ഫോഴ്സ് ആണ് ഏത്? എംപിരിസിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ആശയമാണ് അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. അപ്പൊ എംപിരിസിസം എന്ന് പറയുന്ന ഈ ഫിലോസഫിന്റെ പ്രത്യേകത, എല്ലാ അറിവിന്റെയും അടിസ്ഥാനമായിട്ട് ഇവര് അനുഭവങ്ങളെയാണ് കാണുന്നത്. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയുള്ള, പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അറിവിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് എന്നാണ് ഈ എംപിരിസിസം എന്ന് പറയുന്ന ഫിലോസഫി വിശ്വസിക്കുന്നത്. അപ്പൊ ഏതൊരു സിദ്ധാന്തത്തിനും നിരീക്ഷണ സാധ്യമായ തെളിവുകൾ വേണം. നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ ഏതൊരു തിയറിയും സത്യമാകുമെന്നാണ് ആര് പറയുന്നത്? എംപിരിസിസം പറയുന്നത്. അപ്പൊ ഏത് സിദ്ധാന്തം, ഏതൊരു തിയറിയും സത്യമാവണം എന്നുണ്ടെങ്കിൽ മനുഷ്യന് നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുന്ന തെളിവുകൾ അതിന് വേണം അല്ലെ. അപ്പൊ മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതുമായ കാര്യങ്ങളിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് ആര് പറയുന്നത്? എംപിരിസിസം എന്ന് പറയുന്ന ഫിലോസഫി പറയുന്നത്. അപ്പൊ ശാസ്ത്രം ഉപയോഗിച്ച് മാത്രമേ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ആര് വിശ്വസിക്കുന്നത്? എംപിരിസിസം വിശ്വസിക്കുന്നത്. അപ്പൊ ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചിട്ട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ളത് ആര് പറയുന്നുണ്ട്? എംപിരിസിസം പറയുന്നുണ്ട്. അപ്പൊ സാമൂഹ്യ ജീവിതത്തെ വിശദീകരിക്കേണ്ടത് അനുഭവ സാധ്യമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നും കൂടിയും, അതായത് അനുഭവ സാധ്യമായ അറിവും തെളിവും ഉപയോഗിച്ചിട്ട് വേണം
മനുഷ്യന് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും സാമൂഹ്യ ജീവിതത്തെ വിശദീകരിക്കാനും എന്നാണ് എംപിരിസിസം പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ നിന്നാണ് സോഷ്യോളജി ഉണ്ടാവുന്നത് അല്ലെ. അതായത് അനുഭവ സാധ്യമായ തെളിവുകൾ വെച്ചിട്ട് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലക്കാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വളർന്നു വരുന്നത്. അപ്പൊ സോഷ്യോളജിയെ പല സമൂഹശാസ്ത്രജ്ഞന്മാരും ഒരു സയൻസ് ആയിട്ടാണ് കാണുന്നത്. അതായത് കൃത്യമായ തെളിവുകളും കൃത്യമായ എന്താണ് ഈ അനുഭവത്തിന്റെയും അനുഭവ സാധ്യമായ അറിവുകളും തെളിവുകളും വെച്ചിട്ട് വേണം സാമൂഹ്യ ജീവിതത്തെ വിശദീകരിക്കാൻ അല്ലെ. അപ്പൊ സാമൂഹ്യ ജീവിതത്തെ അങ്ങനെ വിശദീകരിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് സോഷ്യോളജി വളർന്നു വരുന്നത്. അപ്പൊ എംപിരിസിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി സോഷ്യോളജിയുടെ വളർച്ചയെ അല്ലെ, അതായത് സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രം അല്ലെ, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രം, സമൂഹത്തെക്കുറിച്ചുള്ള അനുഭവ സാധ്യമായ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ സോഷ്യോളജിന്റെ വളർച്ചയെ ഏറെ സ്വാധീനിച്ച ഒരു ഫിലോസഫിയാണ് ഏത് എംപിരിസിസം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഹ്യൂമാനിറ്റേറിയനിസം. അപ്പൊ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച മൂന്നാമത്തെ ഇന്റലക്ച്വൽ ഫോഴ്സ് ആണ് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത് അല്ലെ. അതായത് മനുഷ്യന്റെ കഷ്ടതകൾ ഇല്ലാതാക്കുക, മനുഷ്യന്റെ ക്ഷേമം ഉറപ്പുവരുത്തുക, ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ് ഏത് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ കഷ്ടതകൾ ഇല്ലാതാക്കലും മനുഷ്യന്റെ ക്ഷേമമൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് ഏത് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാ മനുഷ്യരും ബഹുമാനിക്കപ്പെടണമെന്നും എല്ലാ മനുഷ്യർക്കും തുല്യ മഹത്തുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ആശയം കൂടിയാണ് ഏത് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻസ് അല്ലെ. മനുഷ്യന്റെ ക്ഷേമത്തിനും മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാനും പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കഷ്ടതകൾ ഇല്ലാതാക്കാനും മനുഷ്യന്റെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അതിന് ഉള്ള അടിത്തറയായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ആശയത്തെയാണ് നമ്മൾ ഹ്യൂമാനിറ്റേറിയനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളും സോഷ്യോളജിന്റെ വളർച്ചയെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലേ, അതായത് മനുഷ്യ സമൂഹത്തെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ, മനുഷ്യ സമൂഹത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സോഷ്യോളജി പോലുള്ള ഒരു വിഷയത്തിന്റെ ഉത്ഭവം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയം സോഷ്യോളജിന്റെ വളർച്ചയെ ഏറെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റേറിയനിസം പറയുന്നത് എന്താണ്, മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുക, മനുഷ്യന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ ആശയത്തെ ബേസ് ചെയ്തിട്ട് വളർന്നു വന്ന ഒരു വിഷയമാണ് ഏത് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലെ. അതായത് സമൂഹത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഉണ്ടായി വന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ എന്തിനെ കാണേണ്ടത്, സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെ കാണേണ്ടത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ഉത്ഭവത്തെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ഏത് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയം സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് സോഷ്യോളജിന്റെ ഉത്ഭവത്തെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് മനസ്സിലാക്കുക. സമൂഹത്തിലെ വ്യത്യസ്ത മനുഷ്യ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിലേക്ക് ഈ ഒരു ആശയം സഹായിച്ചിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉണ്ടായി വരുന്നതും. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം നിലകൊള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ, ഉത്ഭവത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ള നിലക്കാണ് നമ്മൾ എന്തിനാ കാണേണ്ടത്, ഹ്യൂമാനിറ്റേറിയനിസത്തെ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ. എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഐഡിയലിസം. അപ്പോൾ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച നാലാമത്തെ ഇന്റലക്ച്വൽ ഫോഴ്സ് ആണ് ഐഡിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയലിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. ഈ ഫിലോസഫിന്റെ പ്രത്യേകത, ആ ഫിലോസഫി വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭൗതികമല്ല, മറിച്ച് അത് ആശയങ്ങളുടെ രൂപത്തിലാണ് നിലനിൽക്കുന്നത് എന്നാണ് ഐഡിയലിസം വിശ്വസിക്കുന്നത്. അപ്പൊ ഐഡിയലിസം എല്ലാറ്റിനെയും ആശയങ്ങളുടെ രൂപത്തിലാണ് നോക്കിക്കാണുക അല്ലെ. അപ്പൊ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അത് ആശയങ്ങളുടെ രൂപത്തിൽ നോക്കിക്കാണുക എന്നുള്ളതാണ് ഐഡിയലിസം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എല്ലാ കാര്യങ്ങളും ഉണ്ടായത് മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ് അല്ലെ, ആശയങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇത് ഐഡിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഐഡിയലിസം എന്ന് പറയുന്ന ചിന്താഗതി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആൾക്കാരാണ് ജർമ്മൻ ചിന്തകനായ ഹെഗല്, അതുപോലെ തന്നെ ഹെർഡർ, ഇവരൊക്കെ. അപ്പൊ ഈ ഹെഗലിനെ പോലുള്ള ചിന്തകന്മാര് മുന്നോട്ട് വെച്ച
ഈ ഐഡിയലിസം എന്ന് പറയുന്ന ആശയം ഇപ്പോൾ ഹെഗലിന്റെ ചിന്തകളൊക്കെയാണ് പിന്നീട് വന്ന കാൾമാക്സിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരാശയം എന്ന് പറയുന്നത്. അപ്പൊ ഹെഗലിന്റെ ചിന്തകളൊക്കെ ആരെ സ്വാധീനിച്ചിട്ടുണ്ട്? പിന്നീട് വന്ന കാൾമാക്സിനെ പോലുള്ള ചിന്തകന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പിൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അപ്പൊ സോഷ്യോളജി പോലുള്ള സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ച ഒരു ആശയമാണ് ഏത് ഐഡിയലിസം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ഐഡിയ ആണ് ഏത് ഐഡിയലിസം. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ്. അപ്പോൾ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.